എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അത്തം വന്നെത്തി. ഇനി 10 ദിവസമേ ഉള്ളൂ ഓണത്തിന്. അപ്പം നമുക്ക് ഓണവിഭവത്തിൽ പ്രധാനമായ കായ വറുത്തത് ഇന്ന് ഉണ്ടാക്കി നോക്കാം. കായ വറുത്തതിന് ചിലരൊക്കെ കായ്പേരി എന്നും പറയും. നമ്മുടെ കോഴിക്കോട് കായ വറുത്തത് എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ടി 2 പച്ചക്കായ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത പച്ചക്കായ ആയിരിക്കണം. വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 പച്ചക്കായ എടുത്തിരിക്കുന്നത്. ഇനി അത് തൊലി കളഞ്ഞ് നല്ലതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി അതിൻ്റെ കറയൊന്ന് പോക്കിയെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് വരും. അതിനാണ് മഞ്ഞൾ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുന്നത്. മഞ്ഞൾ വെള്ളത്തിൽ കഴുകി അത് ആറ്റി തുടച്ചതിന് ശേഷം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ തിക്നെസ്സിലാവുമ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത കായ അതിലിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഉപ്പ് അതിലേക്ക് പിടിക്കുള്ളൂ. അതുകൂടാതെ ഒരു മഞ്ഞ കളർ വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾ ചേർക്കുന്നതാണ് നല്ലത്. നല്ലോണം ആദ്യം ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നീട് കുറച്ച് പാത്രത്തിലിങ്ങനെ സൗണ്ട് കേൾക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കായ് വറുത്തെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഇട്ട് ഞാൻ ആ കായ് വറുത്തത് പൊരിച്ചെടുത്ത്. ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.